ഹായ് ഗുഡ് മോർണിംഗ് അനീഷാണ്. എല്ലാവർക്കും ആരോഗ്യമായിരിക്കണം, ഹെൽത്തി ആവണം, ഫിറ്റ് ആവണം എന്ന ആഗ്രഹമുണ്ട്. നോക്കൂ നിങ്ങൾ, മോർണിംഗ് വാക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, എക്സസൈസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ പലപ്പോഴും അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് പല ഇഞ്ചുറികൾ സംഭവിച്ചതിന് ശേഷമാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അസുഖം വന്നതിന് ശേഷമാണ് ഒന്ന് റിട്ടേൺ അടിക്കാമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനൊരു അടിപൊളി സൊല്യൂഷനുമായിട്ടാണ് അവർ എഡ്യൂക്കേറ്റ് ചെയ്ത് അവയർനെസ് കൊടുത്ത് ഹെൽത്തി ആക്കാനും ഫിറ്റ് ആക്കാനും ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ബോഡി ഫാറ്റ് ചെക്കപ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് എവിടെ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക, ഞങ്ങൾ നിങ്ങൾക്ക് വന്ന് ചെയ്തു തരും. ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇങ്ങനെ നിങ്ങൾ പങ്കെടുത്ത് ഫിറ്റാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോളൂ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഫീൽഡ് വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ കൂട്ടായിട്ട് ചെയ്യുകയാണ്. ടീം വർക്ക് ഈസ് ഡ്രീം വർക്ക് എന്ന് പറയാറില്ലേ. ഞങ്ങൾ ഇന്ന് ചെയ്തൊരു ആക്ടിവിറ്റി എന്താ വെച്ചാൽ ഞങ്ങൾ ടീമായിട്ട് ആളുകൾക്ക് ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം, അതേപോലെ ഫ്രീ ആയിട്ട് ഒരു ഫാറ്റ് ചെക്കപ്പാണ് നടത്തിയത്. നല്ല സന്തോഷമായി. പ്രത്യേകിച്ച് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് പോലും മടി ഉണ്ടായിരുന്ന എനിക്ക് നല്ല രീതിയിൽ നേരത്തെ നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ആ ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉള്ളത് കൊണ്ടാണ്. എനിവേ താങ്ക് യു വെരി മച്ച്. ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കൺസിസ്റ്റൻസി ആണല്ലോ എല്ലാത്തിനും കീ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി മറ്റുള്ളവർക്കൊക്കെ എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. രാജേശ്വരി ചേച്ചിക്ക് ഇന്നത്തെ ഈ ഒരു ഫാറ്റ് ക്യാമ്പ് ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം നടത്തിയ സമയത്ത് എന്താണ് ഫീൽ ചെയ്തത്? നല്ല ഹാപ്പി, നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കാലാവസ്ഥ മഴയായിരുന്നു, എന്നിട്ട് പോലും നമ്മൾ ആക്റ്റീവിലേക്ക് വന്നു. എന്ത് തോന്നുന്നു? ഓക്കെ, ഇത്ര ദിവസം നമ്മൾ ഹോം വിസിറ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ ആളുകൾക്ക് ജനറലായിട്ട് രാവിലെ